വെൽക്കം all of you. തഹ്മാനാണ്. ആന്റി മലേറിയൽ ഡ്രഗ്സ് ഫാർമക്കോളജി വീഡിയോ സീരീസിലെ നമ്മുടെ 5ാമത്തെ 5th വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ആർട്ടിമിസിനിൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ. ബാക്കി എല്ലാ ആന്റി മലേറിയൽ ഡ്രഗ്സുകളും ഹാലഫാൻഡ്രിൻ ആകാം, അല്ലെങ്കിൽ പ്രൊഗ്വാനിലാകാം, സൾഫ കോമ്പിനേഷൻ, സെറ്റവാക്വൻ പോലെയുള്ള ബാക്കി എല്ലാ മരുന്നുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ആർട്ടിമിസിനിൻസ് ആണ്. ആർട്ടിമിസിനിൻസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാൻ കോളേജിൽ പഠിച്ച കാലം മുതൽ അറ്റംസിനിൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അറ്റംസിനിൻസ് എന്ന് പറഞ്ഞേക്കാം. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ആർട്ടിമിസിനിൻസ് എന്ന് പ്രത്യേകം ഓർത്ത് പഠിക്കാം. അന്ന് ഞങ്ങൾക്ക് വേറൊരു പേര് കൂടി ഉണ്ടായിരുന്നു ഈ ചെടിക്ക്. അന്ന് ഞങ്ങൾ വിളിക്കുക ഖുങ്ഖാവോ എന്നാണ്. ഖ്യുങ്ഖാവോ, ക്യു ഇല്ല, ഖ്യുങ്ഖാവോ ചൈനീസ് പേരാണ്. സോ ഇതൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ്. മലേറിയ ട്രീറ്റ്മെന്റിലെ ഒരു ബ്രേക്ക് ത്രൂ മരുന്നുകളാണ് ഈ ആർട്ടിമിസിനിൻസ് എന്ന് പറയുന്ന ഡ്രഗുകൾ. ഖ്യുങ്ഖാവോ ഇതാണ് ചൈനീസ് പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ച ആളുടെ പേര് ടു യു ഫീമെയിൽ ആണ്. ദിസ് ഗോട്ട് നോബൽ പ്രൈസ് കിട്ടിയ കണ്ടുപിടുത്തമാണ്. അറ്റംസിയ ആന എന്നാണ് ചെടിയുടെ പേര്. സ്വീറ്റ് വേം ട്രീ ആണ്. സ്വീറ്റ് വേം ട്രീ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. സോ ചൈനീസ് എന്താ പറയാ, ട്രഡീഷണൽ മെഡിസിനിൽ നിന്ന് കണ്ടുപിടിച്ച മരുന്നാണ് ആർട്ടിമിസിനിൻസ്. സോ എന്താണ് ഇതിന്റെ പ്രശ്നം? ആർട്ടിമിസിനിൻസിന്റെ യഥാർത്ഥ പ്രശ്നം സോലുബിലിറ്റിയാണ്. ഇറ്റ് ഈസ് നൈദർ സോലുബിൾ ഇൻ ആൽക്കഹോൾ ഓർ വാട്ടർ. സോ പുവർ ബയോ അവൈലബിലിറ്റി, നമുക്കിത് കൊടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ആൻഡ് ദിസ് ഡ്രഗ് കെമിക്കലി ഈസ് എ സെസ്കിറ്റെർപീൻ ലാക്ടോൺ ആണ്. കെമിക്കലി ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഓൾ അതർ ആന്റി മലേറിയൽസ്. പക്ഷെ നമ്മളിപ്പോൾ ചെടിയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ചെടിയിലൊന്നുമല്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് സെമി സിന്തറ്റിക് ആർട്ടിമിസിനിൻസ് ആണ് നമ്മുടെ ബേസ് ഡ്രഗ്. ഓക്കെ, ആൻഡ് ഈ ബേസ് ഡ്രഗ് ഉണ്ടാക്കുന്നത് ബയർ ജനറ്റിക് എഞ്ചിനീയർഡ് ഫ്രം ഈസ്റ്റ് റീകോംബിനന്റ് DNA ടെക്നോളജി. അതുവഴിയാണ് നമ്മളിപ്പോൾ മരുന്നുണ്ടാക്കിയെടുക്കുന്നത്. ഇനി മരുന്നിനെ കുറിച്ച് ഒന്നാമത്തെ പോയിന്റ്, ആർട്ടിമിസിനിൻസ് ആർ ഓൺലി ഫോർ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. എങ്ങനെയുള്ള പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ്? ക്ലോറോക്കിൻ റെസിസ്റ്റന്റ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുക്കുക. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ക്ലോറോക്കിൻ റെസിസ്റ്റന്റ് മലേറിയയിലാണ് നമ്മൾ ഇത് കൊടുക്കുക. ഫാൽസിപ്പാരം മലേറിയയിലാണ് നമ്മൾ ഇത് കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഈ മരുന്ന് മാത്രമായിട്ട് ഒറ്റയ്ക്ക് കൊടുക്കാൻ പാടില്ല. സോ ദാറ്റ്സ് എ ഹു ഗൈഡ് ലൈൻസ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് പെട്ടെന്ന് വരാം. രണ്ടാമത്തെ കാര്യം, ദിസ് ഇസ് എ ക്വിക്ക് ആക്ടിങ്, ഫാസ്റ്റ് ആക്ടിങ് മരുന്നാണ്. സോ യു ഹാവ് ടു കമ്പൈൻ വിത്ത് എ ലോങ് ആക്ടിങ് ഡ്രഗ് കൂടി കമ്പൈൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇങ്ങനെ കമ്പൈൻ ചെയ്തതിനെ നമ്മൾ ACTs എന്നാണ് പറയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിമിസിനിൻ ബേസ്ഡ് കോമ്പിനേഷൻ തെറാപ്പി, ACTs. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാനുള്ളത്, നോട്ട് ടു ബി ഗിവൺ ആസ് പ്രൊഫൈലാറ്റിക്. രോഗം വരാതിരിക്കാൻ തടയാനായിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പാടില്ല. പ്രൊഫൈലാറ്റിക് ഇല്ല. സോ ഓൺലി യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ക്യൂറിന് മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ ഇപ്പോൾ ലഭിക്കുന്ന സെമി സിന്തറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. സെമി സിന്തറ്റിക് ഒരുപാട് തരമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഞാൻ പറയാം. വൺ ഈസ് RT എന്ന് എഴുതുക. സുനൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആർട്ടിസുനൈറ്റ് വി ക്യാൻ ഗിവ് ഇൻ ഓൾ റൂട്ട്സ് മീൻസ് എല്ലാ ഡ്രഗുകളും ഓറലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓറലായിട്ട് കൊടുക്കാം. ദെൻ IV കൊടുക്കാം, IM ഉണ്ട്, ദെൻ റെക്ടലും കൊടുക്കാം. സോ ഇത്രയും റൂട്ടുകളിലൊക്കെ ആർട്ടിസുനൈറ്റ് കൊടുക്കാം. ദെൻ വേറെ മരുന്ന്, പുതിയതല്ല, ഡൈഹൈഡ്രോ ആർട്ടിമിസിനിൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓറലായിട്ട് കൊടുക്കാം. ഞാൻ ഓറലിന് എഴുതുന്നില്ല. ദെൻ IM ആയിട്ട് കൊടുക്കാം. ദെൻ RT റോലെയിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് ഓറലായിട്ടാണ് കൊടുക്കുക. ദെൻ RT എഴുതുക, മീത്തർ എന്ന് എഴുതുക, ആർട്ടിമീത്തർ. ദെൻ RT എന്ന് എഴുതുക, ഈത്തർ എന്ന് എഴുതുക, ആർട്ടിമീത്തർ, ഈത്തർ. IM ആയിട്ട് കൊടുക്കാവുന്ന മരുന്നുകളാണ്. ആൻഡ് ഇതെല്ലാം കൊടുക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്നത് കുത്തിവെപ്പ്, ഇഞ്ചക്ഷൻസ് ആർ ടു ബി ഗിവൺ ഇൻ കോംപ്ലിക്കേറ്റഡ് മലേറിയയിലാണ് കുത്തിവെപ്പ്. കോംപ്ലിക്കേറ്റഡ് മലേറിയയിൽ കുത്തിവെപ്പായിട്ട് കൊടുക്കണം. ആൻഡ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, ആർട്ടിസുനൈറ്റ് IV ആണ്. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം ഒരു ഇഞ്ചക്ഷൻ, ദെൻ 12 hours after, then 24 hours after, then every 24 hours until the patient is ready to take oral. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ആർട്ടിമിസിനിൻസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയാം. ശരീരത്തിൽ വെച്ച് എല്ലാം തന്നെ ഈ ആർട്ടിമിസിനിൻസ് എല്ലാം തന്നെ ഡയഹൈഡ്രോ ആർട്ടിമിസിനിൻ ആയിട്ട് മാറുന്നു. ആയിട്ട് മാറിയതിനു ശേഷം ഇറ്റ് റീച്ചസ് ബ്ലഡിലെത്തി. അത് ബ്ലഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 1,2,4 ട്രൈഓക്സൈൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കലായിട്ട് മാറും. 1,2,4 ട്രൈഓക്സൈൻസ്. ഇതാണ് എന്തിനെ കൊല്ലുന്നത്? ഈ ബ്ലഡ് ഷൈസോണ്ടുകളെ
കൊല്ലുന്നു. സോ ദിസ് ആക്ട്സ് ഇൻ ദ എറിത്രോസൈറ്റിക് സ്റ്റേജ്. എറിത്രോസൈറ്റിക് ഷൈസോണ്ടിനെയാണ് ഇത് കൊല്ലുക. സോ ദിസ് ദ ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ആൻഡ് ഓൾസോ മോസ്റ്റ് പൊട്ടന്റ് ആൻഡ് ഓൾസോ മോസ്റ്റ് എഫക്റ്റീവ് ആന്റി മലേറിയൽ ഈ സംഭവമാണ്. അതുകൊണ്ടാണ് അത് ഒറ്റയ്ക്കൊന്നും കൊടുക്കരുത് എന്ന് പറയാം. ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഈസ് ഫാസ്റ്റ് ആക്ടിങ്. ഫാസ്റ്റ് ആക്ടിങ് ആവുന്നതുകൊണ്ട് എൻ്റെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ മരുന്ന് കൊടുക്കുന്നു, ചിലപ്പോൾ എല്ലാത്തിനെയും കൊല്ലണമെന്നില്ല, ചിലപ്പോൾ ചിലതൊക്കെ ബാക്കി വരാം. ഇൻകംപ്ലീറ്റ് കില്ലിംഗ് ഓഫ് പ്ലാസ്മോഡിയം ഉണ്ടാകാം. സോ മരുന്ന് നിർത്തി കുറച്ച് ദിവസം 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും മലേറിയ ഉണ്ടാകാം. അതിനെ നമ്മൾ റിക്രൂഡസെൻസ് എന്നാണ് പറയാം. റിക്രൂഡസെൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഫാൽസിപാരത്തിന് ഉണ്ടാകുന്നതാണ്. ബട്ട് ഇറ്റ് ഈസ് ഡൗൺ. ഇതും റിലാപ്സും തമ്മിൽ മാറിപ്പോയത്. റിലാപ്സ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നത് വൈവാക്സിലും ഒവയിലും ആണ് ഉണ്ടാകും. സോ അതുകൊണ്ട് ലോങ് ആക്ടിംഗ് മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കണം. അതിനാണ് ACT എന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. ദെൻ ഇറ്റ് ഹാസ് ഗോട്ട് സം ഗാമറ്റോസിഡൽ എഫക്ട് ഓൾസോ. ചെറുതായിട്ട് ഗാമറ്റോസിഡൽ, ഗാമറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെയും കുറച്ച് എഫക്ട് ഉണ്ട്. പ്രധാനപ്പെട്ട ACTs ഒന്ന് പറഞ്ഞു പോയേക്കാം. ACTs അർട്ടമിസിനിൻ ബേസ്ഡ് കോമ്പിനേഷൻ തെറാപ്പി. നമ്മൾ ആർട്ടിമീത്തറിനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ലുമിഫാൻട്രിൻ ആണ്. ലുമിഫാൻട്രിൻ എന്ന് പറയുന്ന മരുന്ന് ഇതിനൊപ്പം. ദെൻ ഏറ്റവും ഫേമസ് ഈസ് ആർട്ടിസുനേറ്റ് ആണെന്ന് പറഞ്ഞു. ആർട്ടിസുനേറ്റിനൊപ്പം ഒരുപാട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. വൺ ഈസ് അമോഡിയാക്കിൻ ആണ്. രണ്ടാമത്തത് മെഫ്ലോക്വിൻ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നു. ദെൻ സൾഫഡോക്സിൻ പ്ലസ് പൈറിമെത്താമിൻ. ഓക്കെ, അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ദെൻ അനദർ കോമ്പിനേഷൻ, വേറൊരു കോമ്പിനേഷൻ ഉള്ളത് ആർട്ടിസുനേറ്റ് പ്ലസ് പൈറോനാറിഡിൻ ആണ്. പൈറോനാറിഡിൻ ഇന്ത്യയിൽ ഇല്ലാന്ന് തോന്നുന്നു. ദെൻ പ്ലസ് അറ്റോവാക്കോൺ പ്ലസ് പ്രൊഗ്വാനിൽ, അതിൻ്റെ ആ കോമ്പിനേഷൻ പ്ലസ് ആർട്ടിസുനേറ്റ് കൊടുക്കാറുണ്ട്. ദെൻ ക്ലോർപ്രൊഗ്വാനിൽ പ്ലസ് ഡാപ്സോൺ, ഇതും കൂടി ചേർത്തിട്ട് ആർട്ടിസുനേറ്റിനൊപ്പം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോമ്പിനേഷൻ. ദെൻ ഡൈഹൈഡ്രോ ആണെങ്കിൽ ഡൈഹൈഡ്രോ ആറ്റമിസിനൊപ്പം പിപ്പറാക്വിൻ ഉപയോഗിക്കുന്നുണ്ട്. പിപ്പറാക്വിൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇതും പിപ്പറാക്വിൻ ഇതിനൊപ്പം ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇപ്പോൾ പക്ഷേ പഠിക്കുന്നത് ട്രിപ്പിൾ കോമ്പിനേഷൻസ് ഒക്കെയാണ്. ACT ട്രിപ്പിൾ കോമ്പിനേഷൻസ്, ആർട്ടിമീത്തർ, ലുമിഫാൻട്രിൻ, അമോഡിയാക്കിൻ എല്ലാം കൂടി ചേർത്ത് ബിക്കോസ് ഓഫ് റെസിസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കും. ഇനി കോൺട്രാ ഇൻഡിക്കേഷൻസ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട് എവിടെ കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല. എക്സെപ്റ്റ് ഇൻ എമർജൻസി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എമർജൻസിയിൽ പിന്നെ ഏത് മരുന്നും കൊടുക്കാം. ദെൻ 5 കിലോഗ്രാമിൽ താഴെയുള്ള പിള്ളേരിൽ, കുട്ടികളിൽ നമ്മളിത് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഒഴിവാക്കും. ദെൻ എലോൺ, ഈ മരുന്ന് മാത്രമായിട്ട് ഒറ്റയ്ക്കും കൊടുക്കാറില്ല. ദെൻ അഡ്വേഴ്സ് എഫക്ട് നൗസിയ, വോമിറ്റിംഗ് ഉണ്ടാക്കാം. ദെൻ വിശപ്പില്ലായ്മ, ഡിക്രീസ് അപ്പറ്റൈറ്റ് ഒക്കെ ഉണ്ടാക്കാം. ദെൻ അപൂർവമായിട്ട് അനാഫിലാക്സിസ്, ഗുരുതര അലർജി ചിലപ്പോൾ ഉണ്ടാക്കാം. അർട്ടിക്കേറി ഉണ്ടാക്കാം. പനി ഉണ്ടാക്കാം. മൈൽഡ് ഡിലേഡ് അനീമിയ ചിലപ്പോൾ ഉണ്ടാക്കാത്തത് CNS അബ്നോർമാലിറ്റി. CNS പ്രശ്നങ്ങളൊന്നും തന്നെ മരുന്ന് ഉണ്ടാക്കുന്നില്ല. ഹെൽമെന്തിയാസിസിനായിരുന്നു ഈ മരുന്ന് ആദ്യകാലത്ത് മലേറിയയ്ക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നൗ ഇറ്റ് ഈസ് ഓൺലി റിസർവ്ഡ് ഫോർ മലേറിയ. അടുത്ത മരുന്നുകൾ ഹലഫാൻഡ്രിനും ലുമിഫാൻഡ്രിനും ആണ്. ഇവ വീണ്ടും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുക. എറിത്രോസൈറ്റിക് ഷൈസോൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മരുന്നുകൾ തന്നെയാണ്. ഗാമറ്റോസിഡൽ ആക്ഷൻസും കുറച്ചുണ്ട്. ഹലഫാൻഡ്രിൻ ഭക്ഷണത്തോടൊപ്പം, ഫുഡിനൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് അബ്സോർപ്ഷൻ ഉള്ള ഒരു മരുന്നാണ്. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പക്ഷേ ലുമിഫാൻഡ്രിൻ ആണെങ്കിൽ 2nd and 3rd ട്രൈമസ്റ്ററിൽ നമുക്ക് ഉപയോഗിക്കാം. ലുമിഫാൻഡ്രിൻ ഉപയോഗിക്കുന്നത് ACTയിലാണ്. ACTയിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആർട്ടിമീത്തർ പ്ലസ് ലുമിഫാൻഡ്രിൻ കോമ്പിനേഷൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിൽ പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന് ഡ്രഗ് ഓഫ് ചോയ്സ് ആർട്ടിമീത്തർ പ്ലസ് ലുമിഫാൻഡ്രിൻ ആണ്. ദെൻ സൈഡ് എഫക്ട്സ് ഇസ് കാർഡിയോ വാസ്കുലാർ പ്രശ്നമാണ് ഇതുള്ളത്. കണ്ടക്ഷൻ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാം. സോ കാർഡിയോടോക്സിറ്റി ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ്. ഇനി ഞാൻ പറയാൻ പോകുന്ന മരുന്നുകളെല്ലാം തന്നെ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഡൈഹൈഡ്രോഫോളേറ്റിന്റെ ജോലി ഫോളിക് ആസിഡിനെ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആക്കി മാറ്റുക എന്ന് പറയുന്ന എൻസൈമാണ്. ഇപ്പോൾ സൾഫോണാമൈഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. സെയിം ആക്ഷൻ, അങ്ങനെയുള്ള ആക്ഷനുള്ള മരുന്നുകളാണ്. പ്രൊഗ്വാനിലാണ്. പ്രൊഗ്വാനിൽ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ പിന്നെ ഉള്ളത് ക്ലോർപ്രൊഗ്വാനിൽ എന്ന് പറയുന്ന മരുന്ന്. ദെൻ അടുത്തത് പൈറിമെത്താമിൻ ഉണ്ട്. അതിനൊപ്പം ഉപയോഗിക്കുന്നത് സൾഫാഡോക്സിൻ ആണ്. ദെൻ പിന്നെ ഉള്ളത് പൈറോനാരിഡിൻ. ഇന്ത്യയിൽ ഇല്ലാന്ന് തോന്നുന്നു പൈറോനാരിഡിൻ. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ്. സോ ആദ്യം നമുക്ക് പ്രൊഗ്വാനിനെ കുറിച്ച് പറയാം. പ്രൊഗ്വാനിൽ ശരീരത്തിൽ വെച്ചിട്ട് സൈക്ലോഗ്വാനിലായിട്ട് മാറുന്നുണ്ട്. ഈ ക്ലോർപ്രൊഗ്വാനിൽ ആദ്യം പ്രൊഗ്വാനിലാവുന്നു, പിന്നെ സൈക്ലോഗ്വാനിലായിട്ട് മാറും. പ്രൊഗ്വാനിൽ നമ്മൾ ഒറ്റയ്ക്കല്ല കൊടുക്കുക. പ്രൊഗ്വാനിൽ ഈസ് യൂഷ്വലി ഗിവൺ വിത്ത് അറ്റോവാക്യോൺ എന്ന് പറയുന്ന ഒരു ആന്റിമലേറിയൽ ഡ്രഗുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സപ്രസീവ് പ്രൊഫൈലാക്സിസ് ഓർ ട്രാവലേഴ്സ് പ്രൊഫൈലാക്സിസിന് വേണ്ടിയിട്ടാണ് പ്ലാസ്മോഡിയം വൈവാക്സിനെതിരെ. സോ US-ലൊക്കെ ഇമ്പോർട്ടന്റ് നിർദ്ദേശിക്കുന്ന മരുന്ന് ഇതാണ്. പ്രൊഗ്വാനിൽ പ്ലസ്
ടൊവാക്കോൺ കോമ്പിനേഷൻ ആണ്. ദെൻ കാഷ്വൽ പ്രൊഫൈലാക്സിസിലും ആക്ഷൻ ഉണ്ട്. പ്ലാസ്മോഡിയം ഫെൽസിപാരത്തിനെതിരെ ആക്ഷൻ. ഹിപ്നോസോയിഡ്സിനെതിരെയും ആക്ഷൻ ഉള്ള മരുന്നാണ്. ദെൻ ക്ലോർപ്രൊഗാനിൽ ഉപയോഗിക്കുന്നത് ക്ലോർപ്രൊഗാനിൽ പ്ലസ് ഡാപ്സോൺ. ഡാപ്സോൺ നമുക്കറിയാം ആന്റി ലെപ്രോട്ടിക് മരുന്നാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആർട്ടിസുനേറ്റിനൊപ്പം കൊടുക്കുന്നു. സോ ACT കമ്പൈൻഡ് തെറാപ്പി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്. ദെൻ പൈറിമെത്താമിൻ അടുത്ത മരുന്നാണ്. പൈറിമെത്താമിൻ സാധാരണ കിട്ടുന്ന സൾഫോഡോക്സിനൊപ്പമാണ്. ഇതിന് ചേർത്ത് വിളിക്കുന്ന പേര് ഫാൻസിഡാർ എന്നാണ്. ഫാൻസിഡാർ ഇറ്റ്സ് എ ട്രേഡ് നെയിം ആണ്. എങ്കിലും ഫേമസ് പേര് ടാൻസിഡാർ ആണ്. ഫാൻസിഡാർ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ എന്ന് വെച്ചാൽ 220:1 അല്ലെങ്കിൽ മരുന്നിനകത്ത് വലിയ ആൾക്കാരാണെങ്കിൽ 1500 മില്ലിഗ്രാം 75 മില്ലിഗ്രാം, അല്ലെങ്കിൽ കുട്ടികളുടെ ആണെങ്കിൽ 500 മില്ലിഗ്രാം 25 മില്ലിഗ്രാം, ഇങ്ങനെ ഒരു കോമ്പിനേഷൻസിലാണ് ഇത് കൊടുക്കുക. ഉദ്ദേശിക്കുന്നത് സൈനർജിസ്റ്റിക് എഫക്ട്. ഇതെല്ലാം കൊടുക്കുന്ന സൈനർജിസ്റ്റിക് എഫക്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫാൻസിഡാർ ആർട്ടിസുനേറ്റ് പ്ലസ് ഫാൻസിഡാർ നമ്മൾ കൊടുക്കുന്നത് നോർത്ത് ഈസ്റ്റ് അല്ലാത്ത ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ ഇത് കൊടുക്കില്ല. ബിക്കോസ് അവിടെ ഈ മരുന്നിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കിത് കൊടുക്കാം. ദെൻ ഫാൻസിഡാറിന്റെ വേറൊരു ഉപയോഗം ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടിലാണ്. ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടിൽ വേറെ മരുന്നൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, തടയാനാണെങ്കിൽ സ്പാരാമൈസിൻ കൊടുത്താൽ മതി. പക്ഷേ ഇത് ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടിയിൽ ഉപയോഗിക്കാം. സോ അപ്പോൾ ടോക്സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഫോളിക് ആസിഡ് അല്ല, ഫോളിനിക് ആസിഡ് ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഫോളിനിക് ആസിഡ് ആണ് കൊടുക്കുക. ഫോളിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് കുറയും, മരുന്നിന്റെ എഫക്ട് കുറയും. ഇനി വേറെ മരുന്ന് നമുക്ക് പറയാനുള്ളത് ക്ലിൻഡാമൈസിൻ ആണ്. ക്ലിൻഡാമൈസിൻ ഉണ്ട്, ദെൻ ഡോക്സൈക്ലിൻ ഉണ്ട്. രണ്ടും ആന്റിബയോട്ടിക് ആണ്. ഉപയോഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ആന്റി മലേറിയൽ ഡ്രഗ് ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി completed almost all the drugs. So thank you for patient listening.